it's me Ajmal from MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. അപ്പോൾ എല്ലാവരും SSLC IT എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലേ? എക്സാമിന് സെറ്റായിട്ട് A+ വാങ്ങാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SSLC IT എക്സാമിന് A+ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ A+ തീരുമാനിക്കുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ അല്ല, തിയറിയാണ്. കാരണം തിയറി എക്സാം ചെക്ക് ചെയ്യാൻ പോകുന്നത് സാർമാരല്ല, കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. കമ്പ്യൂട്ടർ ഒരു ദയം നിങ്ങൾക്ക് തരില്ല. കറക്റ്റായിട്ട് ഉത്തരം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കമ്പ്യൂട്ടർ തരുള്ളൂ. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ, ആ അരമാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ 5 മാർക്ക് ഉണ്ടാവും ഓരോ ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ളത്. അതേപോലെ 2 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള 1 മാർക്ക് വെച്ചിട്ടുള്ള 5 ചോദ്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 10 മാർക്കിനാണ് നിങ്ങൾക്ക് തിയറി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തിയറി എക്സാമിന് കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ 1ാമത്തെ പാഠത്തിൽ നിന്നാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്രേഡിയൻസിനെ കുറിച്ചായിരിക്കും. അപ്പം നമ്മുടെ ഗ്രേഡിയൻ്റ് നമുക്കറിയാം, 3D ബോൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടൂളാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഷേപ്പിൽ വരണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ഏറോ സിമ്പിളുള്ള ടൂള്. അപ്പോൾ ഇത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റുകളെ വലുതാക്കാനും ചെറുതാക്കാനും നീക്കാനും ഒക്കെ സാധിക്കും. ഇനി ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഒബ്ജക്റ്റുമേൽ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിനെ വലുതാക്കാനും ചെറുതാക്കാനും നീക്കാനും ഒക്കെ പറ്റും. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നീട് നമ്മുടെ ഈ ഇങ്ക്സ്കേപ്പിൽ നമ്മൾ എടുക്കുന്ന ഇമേജസ്, നമ്മൾ സേവ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ നമുക്ക് SVG ഫോമിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ഈ SVG എന്ന് പറയുന്നത്? സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണ്. അതായത് വെക്റ്റർ ഇമേജസ് ഉണ്ട്, റാസ്റ്റർ ഇമേജസ് ഉണ്ട്. വെക്റ്ററിൻ്റെ പ്രത്യേകത, ഇവർ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ക്വാളിറ്റി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് നമ്മുടെ വെക്റ്റർ ഇമേജസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ റാസ്റ്റർ ഇമേജസിലോ സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി പോകുന്നത്, നമ്മൾ ഫോണിലൊക്കെ എടുക്കുന്ന ഫോട്ടോ നമുക്കറിയാം, സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി പോകും. അങ്ങനെയുള്ള ഇമേജസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റാസ്റ്റർ ഇമേജസ് എന്ന് പറയുന്നത്. ഇങ്ക്സ്കേപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ വെക്റ്റർ ആയിരിക്കും. അപ്പം വെക്റ്റർ ഇമേജസ് സേവ് ചെയ്യുന്ന ഫോർമാറ്റുകളാണ് SVGയും അതേപോലെ എന്താണ് EPSും എന്ന് പറയുന്ന ഫോർമാറ്റുകൾ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, വെക്റ്റർ ഇമേജസിനെ കുറിച്ചുള്ളത്, വെക്റ്ററിൻ്റെ ഫോർമാറ്റുകളും. ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ ഇങ്ക്സ്കേപ്പിൽ നമ്മുടെ ചിത്രത്തിൻ്റെ, നമ്മൾ ഓരോ ഷേപ്പുകൾക്കും അല്ലെങ്കിൽ എഴുത്തുകൾക്ക് നമുക്ക് കട്ടി കൊടുക്കണമെങ്കിൽ, ബോർഡർ കൊടുക്കണമെങ്കിൽ, ബോർഡറിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്കിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് നിങ്ങൾ കളർ ഞെക്കി കഴിഞ്ഞാൽ സ്ട്രോക്കിൻ്റെ കളറാണ് വരിക. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് നിങ്ങൾ കളർ ഞെക്കി കഴിഞ്ഞാൽ സ്ട്രോക്ക്, ഈ ബോർഡറിൻ്റെ കളറാണ് മാറുക. ഇനി അതല്ല, ഷിഫ്റ്റ് ഞെക്കി പിടിക്കാണ്ട് നിങ്ങൾ നോർമലി എന്താണ് കളർ ഞെക്കിയാൽ, ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കളർ പാലറ്റിൽ ഏതെങ്കിലും കളർ ഞെക്കിയാൽ ഉള്ളിലുള്ള ഫിൽ കളറാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് പ്രാക്ടിക്കലും തിയറിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രോക്ക്, എങ്ങനെ നമുക്ക് സ്ട്രോക്ക് ആഡ് ചെയ്യാം, സ്ട്രോക്കിന് എങ്ങനെ കളർ കൊടുക്കാം എന്നുള്ളത് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ടാണ് കളർ കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റുകളും ഇമേജുകളും എങ്ങനെ നമ്മൾ സ്ക്രൈബസിൽ, നമ്മുടെ ഈ ന്യൂസ് പേപ്പറിൽ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ടെക്സ്റ്റ്, എഴുത്താണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് ഫ്രെയിം ഉണ്ടാക്കണം. ഇനി ഇമേജ് ആണ് വേണ്ടതെങ്കിൽ ഇമേജ് ഫ്രെയിം ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഗെറ്റ് ടെക്സ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതടാ? ഇതിലേക്ക് ടെക്സ്റ്റുകളെയും ഇമേജുകളെയും കൊണ്ടുവരിക. ഓക്കെ, അപ്പം അതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഇങ്ക്സ്കേപ്പിലാണെങ്കിലും സ്ക്രൈബസിലാണെങ്കിലും നമ്മൾ ഓരോ ലെയറുകളുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റുകളെ നമുക്ക് മേലോട്ടും താഴോട്ടും കൊണ്ടുപോകാൻ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയറിൻ്റെ പിറകിൽ, ഈ സമചതുരത്തിൻ്റെ പിറകിൽ ഒരു വൃത്തമുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അപ്പം ഈ സ്ക്വയറിനെ ബാക്കോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഈ വൃത്തത്തിൻ്റെ ബാക്കോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്ക്വയറിനെ, സമചതുരത്തെ സെലക്ട് ചെയ്യുക. ഇതിൽ ലെവലിൽ
റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലെവലിൽ നമ്മൾ ലോവർ കൊടുക്കുക. ലോവർ കൊടുത്താൽ താഴോട്ട് പോവും, റേസ് കൊടുത്താൽ മേലോട്ട് പോവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇങ്ക്സ്കേപ്പിലും. അല്ലെങ്കിൽ നമുക്ക് പേജ് അപ്പ് പേജ് ഡൗൺ എന്ന് പറഞ്ഞ് ബട്ടൺ ഞെക്കിയാൽ മതി ഇങ്ക്സ്കേപ്പിൽ. എന്ത് ചെയ്യാൻ? ലെവൽ മേലോട്ടും താഴോട്ടും, ലെയറുകൾ മേലോട്ടും താഴോട്ടും പോകാൻ വേണ്ടി. അപ്പം ഇത് തിയറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇതാ ഇങ്ങനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ താഴോട്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്ന റെഡ് കളറുള്ള ഏരോനെ ഇതേപോലെ മുകളിലോട്ട് നിൽക്കുന്ന ഗ്രീൻ കളറാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉള്ളിലുള്ള കളർ മാറ്റണം. ബോർഡർ അല്ല, ഉള്ളിലുള്ള കളറാണ്. അപ്പോൾ അതെന്താണ്? ഫില്ലാണ്. ഫില്ല് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുക, അല്ലേ? നമ്മൾ തിരിക്കുക, ഫ്ലിപ്പ് ചെയ്യുക. അതും എങ്ങനെ? നേരെയല്ല നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്നത്, കുത്തനെ. കുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കലി നമ്മൾ ഫ്ലിപ്പ് ചെയ്യാണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. ഇതേപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ സ്ക്വയർ വരയ്ക്കുക. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ ബാനർ ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ ചെയ്ത വർക്കിൽ ആദ്യത്തെ വർക്ക്ഷീറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാനർ ഉണ്ടാക്കാൻ വേണ്ടി. എന്ത് ചെയ്യുക? സമചതുരം വരയ്ക്കുക. അതിനുശേഷം നോഡ് എഡിറ്റിംഗ് ടൂള് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ ബിന്ദു രീതിയിൽ നമുക്ക് ഷേപ്പ് മാറ്റാൻ വേണ്ടി. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഷേപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? നോഡ് എഡിറ്റിംഗ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ പൈത്തണിൽ 2 രീതിയിലുള്ള കോഡുകൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ലൂപ്പുകൾ വെച്ചിട്ടുള്ള കോഡുകളും അതേപോലെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ള കോഡുകളും. അപ്പം ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മളൊരു ആരം, നമ്മുടെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടി, വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിൽ നടുക്കുള്ള ഇവിടെ എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചുറ്റളവ് പെരിമീറ്റർ ഈക്വൽ ടു 2πr എന്നാണ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ 2 × π × r എന്ന് നമ്മൾ എങ്ങനെ എഴുതും എന്നതാണ് കാര്യം. അപ്പം നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഈ ഇൻറ്റു ഇല്ല, നമ്മുടെ ഗുണനത്തിൻ്റെ ഇതില്ല. ഇതിന് പകരം എന്താണുള്ളത്? സ്റ്റാർ ആണുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? പെരിമീറ്റർ ഈക്വൽ ടു 2 സ്റ്റാർ 3.14 സ്റ്റാർ r ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇൻറ്റുവിന് പകരം എന്താണ്? ഈ സ്റ്റാർ ആണ്. ഹരണത്തിന് പകരം നമ്മുടെ സ്ലാഷ് ആണ് വരിക. ഇനി നെക്സ്റ്റ് ഇതാ ചോദ്യം ഇതേപോലെ 4i ഇൻ റേഞ്ച് 0, 5, 3. അപ്പോൾ ഈ 3 നമ്പറുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടാണ്, അല്ലേ? 0-ൽ നിന്ന് തുടങ്ങി 5 എന്ന് പറയുന്നത് സ്റ്റോപ്പാണ്. 5 വരെ പോകണം. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പാണ്. ഓരോ തവണ എത്ര കൂട്ടി വരണമെന്നാണ്. അപ്പോൾ 0-ൽ തുടങ്ങി, അപ്പോൾ ആദ്യത്തെ നമ്പർ 0, സ്റ്റെപ്പ് എന്താണ്? 3, അല്ലേ? ഓരോ തവണയും 3 കൂട്ടണം. അപ്പോൾ ആദ്യത്തെ നമ്പർ 0, രണ്ടാമത്തെ നമ്പർ 3, അടുത്ത നമ്പർ 6. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 6 വരെ പറ്റൂല, 5-ൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരും? 0, 3 വരും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ റേഞ്ചാണ്. അപ്പോൾ റേഞ്ചിനെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി ചോദ്യമാണ്, നിങ്ങൾ എക്സാമിന് കാണാൻ പോകുന്ന ചോദ്യമാണ്. ഇനി നെക്സ്റ്റ് ഇതേപോലെ നമ്മുടെ ഗ്രാഫിക്സ്, പൈത്തണിൻ്റെ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ചെയ്യണം. നമ്മൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ, പൈത്തണിൽ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ നിർബന്ധമായിട്ടും ചെയ്യണം. അതിനുശേഷം ഇതേപോലെ നമ്മൾ എന്താണ് കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 തവണയുള്ള ലൂപ്പാണ് സർക്കിൾ. 3 സർക്കിൾ വരയ്ക്കുന്നുണ്ട്. എങ്ങനെ? ഓരോ തവണ സർക്കിളിൻ്റെ റേഡിയസ് 20 കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പം 3 സർക്കിളുകൾ വരും, 3 വൃത്തങ്ങൾ വരും. എങ്ങനെ? ആദ്യം 10, പിന്നെ 20 കൂട്ടിയിട്ടുള്ള 30, പിന്നെ 20 കൂട്ടിയിട്ടുള്ള 50, ഇങ്ങനെ കൂട്ടിയിട്ടുള്ള 3 വൃത്തങ്ങളാണ് കിട്ടുക. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കടാ. i 1 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വൈൽ i <= 100, i 100 വരെ പോകുന്നുണ്ട്. അതായത് 100 വരെ പോകുന്നൊരു ലൂപ്പാണ്, അല്ലേ? ഒരു 100 വരെ 100 റൗണ്ട് ഇങ്ങനെ അടിക്കും. അതിൽ പ്രത്യേകത, ഓരോ തവണ എന്ത് ചെയ്യും? ഐയുടെ വില 1 കൂടും. അതായത് ഓരോ തവണയും ഐയുടെ വാല്യൂ 2 കൂടുന്നുണ്ട്. ഐയുടെ വാല്യൂ ഓരോ തവണയും 2 കൂടുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്താണ് കിട്ടുക? 2 കൂടിയിട്ടുള്ള, അല്ലേ? 1 മുതൽ ഓരോ തവണയും ആദ്യം 1 ആയിരിക്കും, പിന്നെ 1-ൻ്റെ കൂടെ 2 കൂട്ടി 3 വരും, പിന്നെ 2 കൂട്ടി 5 വരും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് കിട്ടുക. 1, 3, 5 എന്ന് പറഞ്ഞ നമ്പേഴ്സ് കിട്ടും. അതേപോലെ ഓരോ തവണയും 2 ആണ് കൂടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സൈബർ സ്പേസിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നിർബന്ധമായിട്ട്, ക്രിപ്റ്റോ കറൻസി അതേപോലെ ഡിജിറ്റൽ അസറ്റ്സിനെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ അസറ്റിൽ പെടുന്ന ആളാണ്. അതേപോലെ സൈബർ നെറ്റിക്വിറ്റി, നമ്മൾ സൈബർ ലോകത്ത് പാലിക്കേണ്ട മര്യാദകൾ പഠിച്ചു വെക്കുക. NFT അതേപോലെ എന്താണ്? നമ്മുടെ ക്രിപ്റ്റോ NFTയും ഇതേപോലെ ഡിജിറ്റൽ അസറ്റ് പെടുന്ന ആളാണ്. അപ്പം ഇതും എന്ത് ചെയ്യുക? NFTയും അതിൻ്റെ എക്സാമ്പിൾസും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ചോദ്യം കാണും. ഓക്കെ,
ഇനി നെക്സ്റ്റ് നമ്മളെ സൈബർ സ്പേസിൽ നമ്മളെ അടയാളങ്ങൾ എന്തൊക്കെയൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്താണ് സൈബർ ഐഡൻറ്റിറ്റി ഉണ്ട്, അതേപോലെ അവതാർസ് ഉണ്ട്. അല്ലാതെ നമ്മളെ റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് ഇതൊന്നും എന്താണ് സൈബർ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ല. ഇനി നമ്മുടെ HTML നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ HTML കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കലിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഇതേപോലെ കളർ എങ്ങനെ മാറ്റാം, ഹെഡിങ് എങ്ങനെ മാറ്റാം. ഇതിൽ ഇതാ ആദ്യത്തെ ആള് ഇവൻ എന്താണ്, ഇതാണ് ടാഗ്, ഇതാണ് ആട്രിബ്യൂട്ട്, ഇവനാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആൾ. ഇവനാണ് എന്ത്, നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആൾ. ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കളർ എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പർട്ടിയാണ്. ഇവിടെ വാല്യൂ അല്ല. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. ഇതാണ് നമ്മളെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ കളർ എന്ന് പറയുന്നത്, കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്, ഇതൊക്കെ ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് അല്ല, നമ്മുടെ പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉള്ളിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ അല്ലെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പം ഈ പാഠത്തിൽ ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. എന്ത്, കളറുകളൊക്കെ എങ്ങനെ മാറ്റാം. ഇവിടെ ദാ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ, ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ ആണ്. അപ്പം അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ആ കോഡ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഇംഗ്ലീഷ് അറിയാവുന്ന, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാലോ, അതറിയുന്ന ഒരാൾക്ക് അത് നോക്കി വായിച്ചാൽ തന്നെ സംഭവം എന്താണ് പിടികിട്ടും. അപ്പോൾ ഇതേപോലെ കളർ മാറ്റാനും സൈസ് കൂട്ടാനും ഒക്കെയാണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ ഇതിൽ ഇത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, കളറും സൈസും കാണിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്. എന്താണ്, ഇതാണ് കളർ കാണിക്കുന്ന ആൾ, ഇതാണ് സൈസ് കാണിക്കുന്ന ആൾ. അപ്പം ഇതേപോലെ കളറ് സൈസൊക്കെ എങ്ങനെ എഴുതുന്നത് നോക്കി വെക്കുക. ഇതെങ്ങനെ മാറ്റാമെന്ന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി ഈ ഒരു ചാപ്റ്ററിൽ നിന്നിട്ട്. ഇനി 6ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എല്ലാവരും ടഫാന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 6th ചാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇതും എന്താണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ആർഡിനോൻ്റെ ചിത്രം തരും, നമുക്ക് കോഡും തരും. ഇതിൽ നിന്ന് നമ്മൾ പിന്നുകൾ മാത്രം നോക്കുക, എന്താ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷായിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. സിമ്പിളായിട്ട് ജസ്റ്റ് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കിട്ടും. കാരണം ഇത് ഔട്ട്പുട്ടാണ്, ഇത് സെക്കൻഡാണ്. ഇതൊന്നുമല്ല, നമ്മൾ ഇൻപുട്ട് എടുക്കുകയാണ്. അപ്പം റീഡാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ ഡിജിറ്റൽ പിന്നുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആർഡിനോൻ്റെ ഡിജിറ്റൽ പിന്നുകൾ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ വലിയ സാധനങ്ങൾ തന്നാൽ നിങ്ങൾ പേടിക്കേണ്ട, ചിത്രം എന്തായാലും തരും. നമ്മുടെ വേൾഡ് ഓഫ് റോബോട്ട്സ് നിന്ന് ചിത്രം എന്തായാലും നിങ്ങൾക്ക് തരും. എന്നിട്ട് മോട്ടോർ 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെയുള്ള നമ്പർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്, 5ാമത്തെ പിന്നാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ കണ്ടു പേടിക്കേണ്ട. കുറച്ച് ഇംഗ്ലീഷ് ആരെങ്കിലും അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും വാല്യൂ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കൺട്രോൾ യൂണിറ്റുകൾ എന്തൊക്കെയാണ്. നമ്മൾ ആർഡിനോയിലെ കൺട്രോൾ യൂണിറ്റുകൾ, ആർഡിനോ ഒരു കൺട്രോൾ യൂണിറ്റ് ആണ്. അതേപോലെ റാസ്ബെറി പൈ ഇതേപോലത്തെ ഒരാളാണ്, ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് റാസ്ബെറി പൈ എന്ന് പറയുന്ന ആൾ. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റെല്ലേറിയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിക്കണം. അതായത് ഡീറ്റെയിൽ മീൻസ് ഈ കാര്യങ്ങൾ, ഡേറ്റും ഡേയും ലൊക്കേഷനും സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതേപോലെ ജിയോജിബ്രയിൽ നമ്മുടെ ഗ്രാഫുകൾ, ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കാമെന്നും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. അപ്പം ഈ ഒരു ഐഡിയ കറക്റ്റായിട്ട്, ഡേയും ഡേറ്റും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അത്രയും സിമ്പിളായിട്ടുള്ള തിയറിയിലും പ്രാക്ടിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സ്റ്റെല്ലേറിയത്തിൻ്റെ ചോദ്യങ്ങൾ. ഇനി 8ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഓപ്പൺ ടൂൾസ് വെച്ചിട്ടാണല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ റിപ്പീറ്റ്, നമ്മൾ 60 ഫ്രെയിം വരെ കൊണ്ടുപോയി എങ്ങനെയാണ്, റിപ്പീറ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ്. റിപ്പീറ്റ് ബട്ടൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ 60 ഫ്രെയിമുകൾ വരെ എത്തിക്കുക. അതേപോലെ തന്നെ FPS എന്താണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചാപ്റ്ററിൽ ഓരോ സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളുണ്ട്, ഫ്രെയിം പെർ സെക്കൻഡ് ആണ് എന്ത്, FPS എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്കുകയാണെങ്കിൽ, ഓപ്പൺ ടൂൾസിൽ റെൻഡർ ചെയ്താൽ എന്താണ് കിട്ടുക. നമ്മൾ ഫയൽ സേവ് ചെയ്ത പ്രൊജക്റ്റ് ഫയലായിട്ടാണ് ഉണ്ടാവുക. റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, MP4 നമ്മളെ വീഡിയോ ഫയലായിട്ട് കിട്ടും. റെൻഡർ ചെയ്യുമ്പോൾ എന്താണ്, വീഡിയോ ഫയലായിട്ടാണ് കിട്ടുക. ഇനി 9ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഈ ചേഞ്ചസ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ചേഞ്ചസ് ചെയ്താൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, റൈറ്റ് ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്തേണ്ടത്. പെർമനൻ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ചേഞ്ചസ് ആണ് ചെയ്തേണ്ടത്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് SQL ലാംഗ്വേജ് ആണ്.
ആൻഡ് നമ്മൾ എന്തിനാണ് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡാറ്റയെ നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ പ്രൈമറി കീ, ഫോറിൻ കീകളൊക്കെ കുറിച്ച് പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി കീ എന്താണ്? യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടേബിളിലെ റോകളെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറി കീ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ്? ഓപ്പൺ ഹാർഡ്വെയർ അതേപോലെ ഓപ്പൺ സോഫ്റ്റ്വെയർസിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് പഠിച്ചു വെക്കുക. ഓപ്പൺ ഹാർഡ്വെയർ നമ്മുടെ ആർഡിനോ എന്താണ്? ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ആണ്. പിന്നീട് നമുക്ക് കോപ്പി ലെഫ്റ്റ് ലൈസൻസ്, കോപ്പി റൈറ്റും കോപ്പി ലെഫ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. കോപ്പി ലെഫ്റ്റ് എന്താണ്? നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന, മീൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ, ചേഞ്ചബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആളാണ് കോപ്പി ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഫോർക്കും വേർഷനും എന്താ നോക്കിയേക്കുക. ഫോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഉള്ള ആളെ കുറച്ച് ചേഞ്ചസ് വരുത്തി പുതിയ ആളുണ്ടാക്കുന്നതാണ് ഫോർക്ക്. വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വരുന്നതാണ് വേർഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ന്യൂ എന്ന് പറയുന്നത്, ന്യൂ ലിനക്സ് എന്ന് പറയുന്നത്. ന്യൂ ലിനക്സ് നമ്മുടെ രണ്ടുപേരും, നമ്മുടെ ലിനസ് ടോർവാൾഡ്സ് ആണ് നമ്മുടെ കെർണൽ ഉണ്ടാക്കിയത്, ലിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കെർണൽ ഉണ്ടാക്കിയത്. അതേപോലെ റിച്ചാർഡാണ് നമ്മുടെ ന്യൂ പ്രൊജക്റ്റ് തുടങ്ങിയത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന്, ഇവർ രണ്ടുപേരുടെ കൂടി ഈ ലിനക്സിൻ്റെ കെർണലും ന്യൂൻ്റെ ഷെല്ലും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ ന്യൂ ലിനക്സ് ഉണ്ടായത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തിയറിയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ SSLC IT എക്സാമിൻ്റെ തിയറിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത്ര നേരം കൊണ്ട് നിങ്ങൾക്ക് തിയറി സെറ്റ് അല്ലടാ, തിയറി എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് പ്രാക്ടിക്കലാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പോൾ ഈ കംപ്ലീറ്റ് SSLC ITയുടെ കംപ്ലീറ്റ് 1 to 10 വരെയുള്ള കംപ്ലീറ്റ് തിയറി ആൻഡ് പ്രാക്ടിക്കലുമായിട്ട് നാളെ കൃത്യം 7:30 ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതൊക്കെ നോക്കിയിട്ട് സെറ്റായിട്ട് എന്ത് ചെയ്യുക? ലൈവിൽ വരിക. നമുക്ക് അവിടുന്ന് IT കംപ്ലീറ്റ് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ SSLCയുടെ IT തിയറി കംപ്ലീറ്റ് എല്ലാവർക്കും സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രാക്ടിക്കൽ നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെയും കംപ്ലീറ്റ് തിയറിയും പ്രാക്ടിക്കലും കംപ്ലീറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൃത്യം 7:30 ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരിക. നമുക്ക് ഇന്ന് ഒരൊറ്റ ലൈവ് കൊണ്ട് IT കംപ്ലീറ്റ് സെറ്റാക്കി എടുത്തിട്ട് A+ വാങ്ങാം. അപ്പോൾ ഇന്ന് രാത്രി കൃത്യം 7:30 വരാൻ മറക്കല്ലേ.